കർണാടക ഷിരൂരിൽ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ പ്രതികരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഞാൻ കണ്ടെത്തിയത് ഒരു 30 അടിയുണ്ട്. 30 അടിയുണ്ട്. നമ്മൾ കാണുമ്പോൾ വലിയൊരു പാറ പുഴയിലുണ്ട്. അത് മണ്ണിന് മുകളിലാണോ അതോ പുഴയിലുള്ള പാറയാണോ? ഇപ്പൊ പുഴയിലുള്ള പാറ ഈ മേലെ എങ്ങനെ ഇருக்கு അതേ മാതിരി കീഴെ അതേ മാതിരി ഉണ്ട്. അതിന്റെ അടിയിലൊക്കെ പരിശോധിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇല്ല, ആ മണ്ണ് ഇപ്പൊ അവിടെ ഞങ്ങള് ചവിട്ടിയെങ്കിൽ കാല ഉള്ളു പോകില്ലേ, ഗട്ടിയുണ്ട്. ആ മണ്ണ് മാറ്റിയ നല്ലത്. പിന്നെ ഇപ്പൊ എല്ലാം നോക്കിയല്ലേ നമുക്ക് വണ്ടി കിട്ടിയില്ലേ. പിന്നെ 3 ആള് തേടാൻ പോയി, ജഗന്നാഥ്, ലോകേഷ് ಮತ್ತೆ ಅರ್ಜುನ್. പിന്നെ ಒಂದು സൈഡ് എനിക്കൊരു ചിന്ന ഒരു മൂള കഷ്ണം കിട്ടി. അത് പഴയത് പ്രാണിന്റെ മൃഗത്തിന്റെ പ്രാണിന്റെ പിന്നെ വിട്ടത്. നിങ്ങൾ എല്ലാവരും കാത്തിരിക്ക് കീഴെ ഒരു അവസാനം ഇന്നലെ ഞങ്ങൾ കണ്ട ഒരു ജാക്ക് കിട്ടി. അതേമാതിരി എന്തെങ്കിലും 2 നാൾ നോക്കാന്നത്. ഇതിപ്പോ നാളെ ലൈവ് ആക്കാൻ ചൊല്ലി പിന്നെ മറ്റന്ന് സാർ എങ്ങനെ ചൊല്ലും അങ്ങനെ. മാൽപ്പ നേരത്തെ കണ്ടെത്തിയ സ്പോട്ടുകൾ ഉണ്ടല്ലോ, 4 സ്പോട്ടുകൾ. ആ 4 സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണോ ഇപ്പോൾ ഡൈവ് ചെയ്യുന്നത്? മറ്റന്ന നാളെ അದೇ 3 പ്ലേസിലെ നോക്കും. പിന്നെ ഇപ്പൊ ഒരു ഫുള്ള് ഈ 4ാമത്തെ പ്ലേസ് കണ്ടിപ്പോ ഫുള്ള് നോക്കില്ല, ഇന്ന് ഫുൾ ക്ലിയർ ആയിട്ട് നോക്കി. അവിടെ എല്ലാം ഈ മണ്ണും കല്ലും ഒരു പ്രശ്നമാണ്. ഒരേ മാതിരി இருக்குது. എല്ലാ മാതിരി കല്ലും മണ്ണും മുത്തിട്ടുണ്ട്. ടൈറ്റ് പീസ് കോൺക്രീറ്റ് ഇല്ല. ഇതേ മാതിരി മേലെ മണ്ണ് എങ്ങനെയുണ്ട് കീഴെ അതേ മാതിരി റോഡുണ്ട്. ഇല്ല അത് ചളിയെല്ലാം മെഞ്ഞന്ന് വന്ന വെള്ളത്തിലെല്ലാം പോയിട്ടുണ്ട്. ആ കറണ്ടില് ഇപ്പൊ അവിടെ ഫുള്ള് കട്ടിയുണ്ട്. ഇല്ല, നമ്മള് ഈ കമ്പി ഇട്ടിട്ട് നോക്കിയിട്ടുണ്ട്. ചില സ്ഥലത്തില് കമ്പി ഉള്ളു പോകില്ല, അത്ര ടൈറ്റ് ഉണ്ട്. നേവിയുടെ ഡൈവർമാരോട് ആശയവിനിമയം നടത്തിയിരുന്നു. അവർ ഈ പ്രശ്നം പറയുന്നുണ്ടോ, സംസാരിക്കുന്നത് കണ്ടോ? ഇല്ല, അവർ സംസാരിക്കുന്ന അവർ എന്നോടൊന്നും സംസാരിച്ചില്ല. കേട്ടത് ഇതേ ഇല്ല, നിങ്ങൾ അങ്ങനെ ഔട്ട് സൈഡ് പോയി ചൊല്ലി. പിന്നെ ഒന്നും കേട്ടില്ല. പിന്നെ അവരുടെ വില അവരാക്കും, നമ്മളെ വില നമ്മളാക്കും. കാണൂ, ചിലപ്പോ കാണൂ, പറവല്ലേ. ഷിരൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സോനൽ കൃഷ്ണ ചേരുന്നു. സപ്പോർട്ട് ഇവിടെ തന്നെ ഇരുന്നിട്ട് നമുക്കെല്ലാം സപ്പോർട്ട് നല്ല കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ എപ്പോൾ ചെയ്യുന്ന അവർ 10 നാൾ ചെയ്യുന്ന 10 നാൾ ചെയ്യും, പറവില്ലേ. അവർ എങ്ങനെ ചെയ്യുന്ന അങ്ങനെ. അനിൽ, ഇപ്പോൾ മാൽപ്പയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതായത് നിലവിൽ പുഴയുടെ അടിയിൽ വലിയ പ്രതിസന്ധിയായിട്ട് വലിയ മരങ്ങളുടെ കഷ്ണങ്ങളും അതുപോലെ തന്നെ പാറക്കല്ലുകളുമുണ്ട്. പക്ഷേ ചളിയിൽ പൂഴ്ന്നു പോകുന്നില്ല, ആഴ്ന്നു പോകുന്നില്ല, ഉറച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന വെള്ളത്തിൽ ആ ചളി പാടെ അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. ലൊക്കേറ്റ് ചെയ്ത ഈ 4 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതിൽ ഒരു കേന്ദ്രം, അതായത് സിഗ്നലെല്ലാം തന്നെ ആവർത്തിച്ച് കിട്ടിയ കേന്ദ്രത്തിൽ ഇന്ന് മുഴുവനായി പരിശോധന നടത്തി. 4 ഡൈവേഴ്സാണ്, അതായത് മാൽപ്പയുടെ സംഘത്തിലെ 2 പേരും നേവിയുടെ 2 പേരും, ഈ 4 പേർ ചേർന്നാണ് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന ഈ ഏറ്റവും കൂടുതൽ സിഗ്നൽ കിട്ടിയ പ്രദേശത്ത് നടത്തിയിട്ടുള്ളത്. കേന്ദ്രം ഫോക്കസ് ചെയ്ത് നടത്തിയിട്ടുള്ളത് 3 കേന്ദ്രങ്ങളിലായിട്ടാണ് ഇന്ന് പരിശോധന നടത്തിയത്. നാളെ ആഗസ്റ്റ് 15 ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാൽ ചിലപ്പം പരിശോധന ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമായിരിക്കും പിന്നീട് മറ്റന്നാൾ. സോനൽ, അറിയേണ്ട ഒരു കാര്യം പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നുള്ളതാണ്. അനിൽ, പ്രധാനമായി 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കേണ്ടത്. അതായത് ഈ മരങ്ങളും പാറകളും മാറ്റിയാൽ ഒരു പക്ഷേ അടിയിൽ ഈ ലോറിയുടെ അവശിഷ്ടങ്ങളോ മറ്റോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് മാറ്റണമെങ്കിൽ ട്രഡ്ജിങ് ഉൾപ്പെടെ ഉള്ളത് ഇങ്ങോട്ടേക്ക് എത്തിക്കണം. അതിന് വേണ്ട നീക്കങ്ങൾ ഇതിനോടകം തന്നെ കാർവാർ MLA ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഗോവയിൽ നിന്ന് കടൽ മാർഗം ഇങ്ങോട്ടേക്ക് പുഴയിലൂടെ ട്രഡ്ജിങ് മെഷീൻ ഉൾപ്പെടെയുള്ളവ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ട നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് ഒഫീഷ്യൽ രേഖകൾ അയച്ചിട്ടുണ്ട്. പക്ഷേ നാളെ സ്വാതന്ത്ര്യ ദിനമായതിനാൽ ഒഫീഷ്യൽ ചില സാങ്കേതിക തകരാറുകൾ ഉണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് മറ്റന്നാളാകുമ്പോഴേക്കും ആ ട്രഡ്ജിങ് മെഷീൻ ഉൾപ്പെടെയുള്ളവ എത്തിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കും എന്നാണ് MLA ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ മാത്രമേ ഇനി ഒരു ഫലം കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാരണം നിലത്ത് മണ്ണ് ഉറച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ട്, മരങ്ങളുണ്ട്, പാറകളുണ്ട്. അതെല്ലാം മാറ്റി വേണം പരിശോധിക്കാൻ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അവരുടെ ബന്ധു
കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഇവർ പറഞ്ഞതനുസരിച്ച് ഡ്രഡ്ജിങ് മെഷീനൊക്കെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന വേണമെന്നാണ്. കാരണം മരങ്ങളുണ്ട്, പാറക്കഷ്ണങ്ങളുണ്ട്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും അതിന് എത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രകാരം മൺകൂമ്പാരങ്ങളും അതുപോലെ തന്നെ മരങ്ങളും കോൺക്രീറ്റ് കഷ്ണങ്ങൾ, മറ്റേ ഈ ടവറിൻ്റെ വേസ്റ്റുകൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അത് നീക്കം ചെയ്തിട്ടുള്ളൊരു തെരച്ചിൽ ആണ് ഇനി മനസ്സിലാക്കുന്നത്. ആ രീതിയിലേക്കായിരിക്കും പോകുന്നുള്ളത്. MLA കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അല്ല, MLA കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. നമുക്കായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഉപരി അവരാണല്ലോ നമ്മൾ ഇത് സപ്പോർട്ട് ചെയ്യേണ്ടത്. അവർ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും അർജുൻ്റെ സഹോദരി ഭർത്താവാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. അവർ തീർച്ചയായിട്ടും പ്രതീക്ഷയിൽ തന്നെയാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും. നമുക്കറിയാം, താൽക്കാലികമായിട്ട് ഇപ്പോൾ ഈ തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ സംഘം, NDRF സംഘവും അതുപോലെ തന്നെ STRF സംഘവും അവിടെ ചെറിയ രീതിയിൽ പരിശോധന പോലെ നടത്തുന്നുണ്ട്. പ്രത്യേക കേന്ദ്രത്തിൽ, അതായത് സ്പോട്ട് ചെയ്ത 3 കേന്ദ്രങ്ങളിൽ പരിശോധന പോലെ നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മാൽപ്പയുടെ സംഘം ഇതിനോടകം തന്നെ താൽക്കാലികമായി ഈ തിരച്ചിൽ നിർത്തിവെച്ച് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അതായത് ഇത്രയും നേരം പരിശോധിച്ചതിൽ 3 സിലിണ്ടർ ഉൾപ്പെടെ തീർന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഈ പ്രദേശത്ത്, അതായത് പറഞ്ഞ ലൊക്കേറ്റ് ചെയ്ത 4 പോയിന്റുകളിൽ 3 പോയിന്റുകളിലാണ് കൂടുതലും ഇന്ന് പരിശോധന നടത്തിയത്. അതിൽ ഇതിനു മുമ്പ് റഡാർ സംവിധാനങ്ങൾ വെച്ചെല്ലാം തന്നെ പരിശോധിച്ച സമയത്ത് കൂടുതൽ സിഗ്നലുകൾ കണ്ടെത്തിയ പ്രത്യേക ഭാഗത്ത് കേന്ദ്രീകരിച്ചായിരുന്നു 4 ഡൈവർമാർ കൂടി പരിശോധിച്ചിരുന്നത്. കൃത്യമായൊരു സ്ഥലം ഫോക്കസ് ചെയ്തുകൊണ്ട് ഏകദേശം 1 മണിക്കൂറോളം ആ പ്രത്യേക കേന്ദ്രത്തിൽ പരിശോധിക്കുന്ന സ്ഥിതിയുണ്ടായി. അതായത് അവിടെ നിന്നായിരുന്നു ഇന്നലെ ഈ ഹൈഡ്രോളിക് ജാക്കി ഉൾപ്പെടെയുള്ളവ ലഭിച്ചത്. ആ കേന്ദ്രം പ്രത്യേകം ഫോക്കസ് ചെയ്തുകൊണ്ട് 4 ഡ്രൈവർമാർ കൂടി കൃത്യമായി പരിശോധിക്കുന്ന സ്ഥിതി നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ അവർ തിരികെ വന്നിരിക്കുന്നത്. ഇനി അവിടെ തിരച്ചിൽ നടത്തണമെങ്കിൽ ഒരുപക്ഷെ ഈ പാറക്കഷ്ണങ്ങളും മരങ്ങളും ഉൾപ്പെടെ മാറ്റിയതിന് ശേഷമേ കാര്യമായൊരു തിരച്ചിൽ അവിടെ നടത്താൻ വേണ്ടി കഴിയൂ. അതിന് ഇത്തരത്തിൽ ഡ്രഡ്ജിങ് മെഷീൻ ഉൾപ്പെടെയുള്ളവ എത്തിക്കണം. അതിനുവേണ്ട സംവിധാനങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് MLA ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വാക്കിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നാളെ സ്വാതന്ത്ര്യദിനമായതിനാൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ആ ഡ്രഡ്ജിങ് മെഷീൻ ഗോവയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിൽ ഗോവയിലെ ക്യാപ്റ്റനുമായി സംസാരിച്ചിട്ടുണ്ട്. കൃത്യമായ സംവിധാനങ്ങൾ ഉടനടി ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കാർവേർ MLA കൂടി നമ്മളോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അനിൽ, സോനൽ, ഈ ഇന്നലെ കണ്ടെത്തിയ ഹൈഡ്രോളിക് ജാക്കി അത് അർജുൻ ഓടിച്ച വണ്ടിയുടേതല്ല എന്ന് സ്ഥിരീകരിച്ചോ? അല്ല എന്ന് ഉടമ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണോ സ്ഥിരീകരണം? അനിൽ, ഇന്നലെ കണ്ടെത്തിയ ഹൈഡ്രോളിക് ജാക്കി അർജുൻ ഓടിച്ച വാഹനത്തിൻ്റേത് തന്നെയാണ് എന്നാണ് വാഹന ഉടമ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു ലോഹ മെറ്റീരിയൽ, അതായത് ഒരു ചുവന്ന നിറത്തിലുള്ള കനമുള്ള ലോഹം, അത് അർജുൻ്റേതല്ല, അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിൻ്റേതല്ല, മറ്റ് കണ്ടെയ്നറിൻ്റെ ഒരു ലോക്കാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ കണ്ടെത്തിയ ഹൈഡ്രോളിക് ജാക്കി അത് അർജുൻ ഓടിച്ചിരുന്ന അല്ലെങ്കിൽ അർജുൻ ഉണ്ടായിരുന്ന വാഹനത്തിലേത് തന്നെയാണ് എന്നാണ് വാഹനത്തിൻ്റെ ഉടമ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇന്ന് കണ്ടെത്തിയത് അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിൻ്റെതല്ല, ട്രക്കിൻ്റെ മറ്റൊരു ട്രക്കിൻ്റെ ലോക്കാണ്. അതായത് ട്രക്കിൻ്റെ ഈ കണ്ടെയ്നർ ലോക്ക് ചെയ്യുന്ന അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് നിലവിൽ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് കനത്ത തിരച്ചിൽ ഇപ്പോഴും നടത്തുന്നുണ്ട്. അത് ആദ്യ ഡൈവിലാണ് ഈ ഒരു സംഭവം നമുക്ക് ലഭിക്കുന്നത്, ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ന് തന്നെ 8:30 ദൗത്യം ആരംഭിക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ ജില്ലാ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ചെറിയ അലംഭാവം ഉണ്ടായി എന്നൊരു പരാതി ഉയരുന്ന സാഹചര്യമുണ്ടായി. കുടുംബത്തിന് ഉൾപ്പെടെ ഇതൊരു വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി. MLAക്ക് ഉൾപ്പെടെ ഈ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു. മഞ്ചേശ്വരം MLAയും നമ്മളോട് പ്രതികരിച്ച സമയത്ത് പറഞ്ഞത് അതാണ്. അത് കൃത്യമായി അറിയിക്കേണ്ട ഇടങ്ങളിൽ അറിയിച്ചു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇത്തരത്തിൽ നേവിയും അതുപോലെ തന്നെ NDRFും STRFും എല്ലാം തന്നെ ചേർന്ന് സംയുക്തമായൊരു തിരച്ചിൽ നടത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിലവിൽ ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നത്. പക്ഷേ ഏറെ പ്രതിസന്ധിയായിട്ട് ഇവർക്ക് മുന്നിൽ നിൽക്കുന്നത് ഈ ഒലിച്ചുപോയ, അതായത് നദിയിലേക്ക് വീണിട്ടുള്ള പാറക്കല്ലുകളും അതുപോലെ തന്നെ മറ്റ് മരങ്ങളുമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിൽ സൂചിപ്പിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഇത് ഈ തങ്ങി നിൽക്കുന്ന ഈ മരങ്ങളും പാറകളും മാറ്റിയാൽ മാത്രമേ പ്രധാനമായിട്ട് നമുക്ക് അതിലൊരു സ്ഥിരീകരണം വരൂ. ഇപ്പോൾ മഞ്ചേശ്വരം MLA കൂടി നമ്മളോടൊപ്പം ചേരുന്നു. സാർ, ഇപ്പോൾ പറഞ്ഞു കൃത്യമായിട്ട് ആ പാറക്കല്ലുകളും മരങ്ങളും മാറ്റിയാൽ മാത്രമേ ഇനിയുള്ള പരിശോധന മുന്നോട്ട് പോകുന്നു. എന്താണ് ഒരു പ്രതികരണം? തീർച്ചയായും ഇപ്പോൾ നമ്മൾ നിങ്ങളോടൊക്കെ ഈശ്വർ മൽപ്പയും സംസാരിച്ചു.
ഈ തെരച്ചിലൊക്കെ ഏറ്റവും നന്നായി ഇടപെട്ട ഇവിടുത്തെ MLA സതീഷ് കൃഷ്ണ സെയിൽ നിങ്ങൾ സംസാരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. നമുക്ക് ഈ തെരച്ചിൽ ഒരു ടീമായി നേവിയും SDRFും NDRFും ഈശ്വര മൽപ്പ ടീമും നടത്തിയതുകൊണ്ടെന്ന് അവരൊക്കെ വന്ന് പറയുന്നൊരു കാര്യം, എത്ര ആഴത്തിലേക്ക് പോയാലും വലിയ വലിയ ആൾമരങ്ങളും പാറക്കഷ്ണങ്ങളും കിട്ടുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്തു. ഇനിയുള്ളൊരു വഴി എന്ന് പറയുന്നത് ഗോവയിലെ ഡ്രഡ്ജിങ് മിഷൻ കൊണ്ടുവരാം. അത് കൊണ്ടുവരുമ്പോൾ റോഡ് മാർഗം കൊണ്ടുവരാൻ കഴിയില്ല, നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ കടൽ മാർഗം അത് കൊണ്ടുവരാനുള്ള ശ്രമം അവിടുത്തെ ഫോർട്ട് മിനിസ്റ്ററുമായി ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ബന്ധപ്പെട്ടു. അതോടൊപ്പം അതിൻ്റെ ഒരു ക്യാപ്റ്റനുമായി സംസാരിച്ചു. നാളെയാണെങ്കിൽ നമുക്കൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. മറ്റന്നാളോടുകൂടി അതെത്തിച്ച് ഈ മുകളിൽ ഡൈവ് ചെയ്ത ആളുകളുടെ കയ്യിൽ കിട്ടുന്ന മരങ്ങളും പാറക്കഷ്ണങ്ങളും ആ കിട്ടുന്ന സാധനങ്ങൾ മാറ്റാനുള്ള ശ്രമം നടത്തിയാൽ മാത്രമേ ഇനി നമുക്ക് സക്സസ്ഫുള്ളായി നമ്മുടെ ഭാരത് ബെൻസിൻ്റെ അടുത്തും അർജുൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. മറ്റൊരു കാര്യം, ഇന്ന് തുടക്കഘട്ടത്തിൽ ചെറിയൊരു അലംഭാവം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നൊരു പരാതി കേൾക്കുന്നുണ്ട്. 100%. ഞാനൊരു കേരളത്തിലെ MLA ആയി ദിവസങ്ങളായി ഇവിടെ നിന്ന ഒരാളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്റ്റേറ്റ് അല്ല, അങ്ങനെ വലിയ ഒരു വീഴ്ച അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ കളക്ടർ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ തുടങ്ങി ഇടപെട്ടു എന്നൊക്കെ പറയുന്ന രീതിയിൽ വീഴ്ചകൾ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്ത മുഖത്ത് നമ്മുടെയൊക്കെ ഒരു ഉദ്ദേശം നടന്ന അർജുനെ കിട്ടണം എന്ന ഏക ലക്ഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ തുടക്കം മുതൽ ചില വീഴ്ചകളൊക്കെ നമ്മൾ കണ്ണടച്ച് അതിങ്ങനെ വിട്ടുകളഞ്ഞതാണ്. ഇന്ന് ഏതായാലും കോഴിക്കോട് MP രാഘവട്ടം വിളിച്ചപ്പോൾ ഞാൻ കൃത്യമായി പറഞ്ഞു, റിയാസ് മിനിസ്റ്ററോടും പറഞ്ഞു, ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ ഒരു ഏകോപനത്തിന് വേണ്ടിയുള്ള വലിയൊരു കുറവ് ഇവിടെ കാണുന്നുണ്ട്. ഉടനെ MK രാഘവൻ MP ഡെപ്യൂട്ടി CM DK ശിവകുമാറുമായി സംസാരിച്ചു. നേരിട്ട് എന്നോട് MK രാഘവട്ടം വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ തന്നെ കളക്ടറും SP-യും ഇവിടെ എത്തും, അവരിത് ഇപ്പോൾ അതിനുശേഷം ഒരു ഏകോപനത്തോടു കൂടിയുള്ള ചർച്ചകൾ ഡ്രഡ്ജിങ് മിഷൻ കൊണ്ടുവരുന്ന കാര്യത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും MLA പറയുന്നത് പോലെ ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവന്ന് കൃത്യമായിട്ടൊരു പരിശോധന നടത്താൻ വേണ്ട സംവിധാനങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് പ്രധാനമായി പറയേണ്ടി വരും. പക്ഷെ അതിന് നാളത്തെ ദിവസം സ്വാതന്ത്ര്യ ദിനമായതിനാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റന്നാൾ അത് എത്തിച്ചുകൊണ്ട് ഈ പാറക്കല്ലുകളും, അതായത് നദിക്കടിയിൽ കിടക്കുന്ന പാറക്കല്ലുകളും മരങ്ങളും മാറ്റിയുള്ള പരിശോധനയിലേക്ക് കടക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് ഒരു മുന്നോട്ടേക്കുള്ള ഒരു പടി. അനിൽ നമ്പ്യാർ. യെസ്, ഗോവയിൽ നിന്ന് കടൽ മാർഗം ഫ്ലോട്ടിംഗ് ഡ്രഡ്ജ് എത്തിച്ച് ചെളി നീക്കിയ ശേഷം മാത്രമേ ഇനി തിരച്ചിലിൽ കാര്യമുള്ളൂ, അല്ലെങ്കിൽ തിരച്ചിൽ ഫലപ്രദമാകൂ എന്നാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയും അതോടൊപ്പം MLA-യും പറഞ്ഞിരിക്കുന്നത്. സോനാൽ കൃഷ്ണയാണ് ഷിരൂരിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്.